Welcome all. So today we are dealing with a new course, Psychology for Health and Wellbeing. So Psychology for Health and Wellbeing എന്ന് പറയുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു കോഴ്സിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ദ സ്പെക്ട്രം ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്, സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്, ടു ലേൺ അപ്രോച്ചസ് ടു എൻഹാൻസ് വെൽബീയിങ് ആൻഡ് സ്ട്രാറ്റജീസ് ടു പ്രിവെന്റ് ഇൽനെസസ് ആൻഡ് പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. അപ്പം ഈ ഒരു കോഴ്സിലുടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മേജർ ഏരിയാസ് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ഇൽനെസസിനെ കുറിച്ചാണ്. അപ്പം അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൽനെസസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സിനെ കുറിച്ച് ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്, ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അപ്രോച്ചസ് ടു എൻഹാൻസ് വെൽബീയിങ്, നമ്മുടെ വെൽബീയിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന ഡിഫറെന്റ് അപ്രോച്ചസ്. ദെൻ സ്ട്രാറ്റജീസ് ടു പ്രിവെന്റ് ഇൽനെസസിനെ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസും, പിന്നെ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡിഫറെന്റ് സ്ട്രാറ്റജീസ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന കോഴ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദ കോഴ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 blocks. നമ്മുടെ ഈ കോഴ്സിൽ 4 blocks ആണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ നമുക്ക് 2 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മോഡൽസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് സെക്കൻഡ് ബ്ലോക്ക് ആണ്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ് ആണ്. അപ്പം ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, യൂണിറ്റ് 3, 4 ആൻഡ് 5. അതിൽ യൂണിറ്റ് 3 എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. പിന്നെ 4ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോൺനെസ്. ദെൻ 5th യൂണിറ്റ് എന്ന് പറയുന്നത് എഫക്ട് ഓഫ് സ്ട്രെസ്. പിന്നെ നമുക്ക് തേർഡ് ബ്ലോക്ക് ആണ് വരുന്നത് സ്ട്രെസ് മാനേജ്മെന്റ്. അതിലും നമുക്ക് 3 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്, യൂണിറ്റ് 6, 7 ആൻഡ് 8. അതിൽ 6 എന്ന് പറയുന്നത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. 7ാമത്തെ യൂണിറ്റ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് 1 ആൻഡ് ദ 8th യൂണിറ്റ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് 2. പിന്നെ 4ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. അപ്പം ഇതിൽ നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്, യൂണിറ്റ് 9, 10, 11 ആൻഡ് 12. അതിൽ ഫിസിക്കൽ ഇൽനെസസ് എക്സ്പീരിയൻസ് 1 എന്നുള്ളതാണ് 9th യൂണിറ്റ്. പിന്നെ വരുന്നത് ഫിസിക്കൽ ഇൽനെസ് എക്സ്പീരിയൻസ് 2, മെന്റൽ ഇൽനെസ് എക്സ്പീരിയൻസസ് ആൻഡ് പ്രിവെൻഷൻ, മാനേജ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് 4 ബ്ലോക്സിലായിട്ട് 12 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. സോ വി ബിഗിൻസ് വിത്ത് ദ ഫസ്റ്റ് ബ്ലോക്ക്. ഒന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിൽ നമുക്ക് വിച്ച് കോംപ്രൈസസ് 2 യൂണിറ്റ്സ്, 2 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ അണ്ടറിൽ വരുന്ന മേജർ ടോപ്പിക്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ഹെൽത്ത്, ഹെൽത്തിനെ കുറിച്ചും ഹെൽത്തിന്റെ കോൺസെപ്റ്റലൈസേഷൻ, അതുപോലെ തന്നെ അതിന്റെ വരുന്ന ഡിഫറെന്റ് ഡെഫിനിഷൻ ആണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ക്രോസ് കൾച്ചറൽ പെർസ്പെക്ടീവ്സ് ഓൺ ഹെൽത്ത്. ഹെൽത്തിൽ തന്നെ വരുന്ന ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ്. അതിൽ നമ്മളെ വെസ്റ്റേൺ പെർസ്പെക്ടീവ്സ് വരുന്നുണ്ട്, ഈസ്റ്റേൺ പെർസ്പെക്ടീവ് ഓൺ ഹെൽത്ത്, ഇന്ത്യൻ പെർസ്പെക്ടീവ് ഓൺ ഹെൽത്ത്. ഇങ്ങനെ ഡിഫറെന്റ് പെർസ്പെക്ടീവ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂ. അപ്പം ഇങ്ങനെ നമുക്ക് ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. അതിൽ നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് രാഹുൽ ആൻഡ് സാമിന ആർ എ ഹാപ്പിലി മാരീഡ് കപ്പിൾ ഇൻ their early 30s. They both work in a multinational company and are doing very well in their jobs. But despite of high income and a comfortable lifestyle, Rahul was recently diagnosed with a hypertension and type 2 diabetes, and Samina is stressed all the time and has developed sleep problem. അപ്പം ഇതിൽ പറയുന്നത് ഒന്നാമത്തെ എക്സാമ്പിളിൽ പറയുന്നത് രാഹുൽ ആൻഡ് സാമിന എന്ന് പറയുന്നത് ഒരു മാരിഡ് കപ്പിൾ ആണ്. അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്, ഹൈലി പേബിൾ ജോബ് ആണ്, അതുപോലെ തന്നെ കംഫർട്ടബിൾ ലൈഫ് സ്റ്റൈൽ ആണ്. പക്ഷെ റീസെന്റ് ആയിട്ട് അവർക്ക് 2 പേർക്കും ചില ഡിസീസസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷനും, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് സ്ലീപ്പ് പ്രോബ്ലം ഒക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നീരവ് എന്ന് പറയുന്നത് ഒരു 10-year-old ബോയ് ആണ്. അപ്പം നീരവിന് റീസെന്റ് ആയിട്ട് ഒബിസിറ്റി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് കാരണമായിട്ട് ഡോക്ടർ പറഞ്ഞത് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആണ്, ഹെൽത്തി അല്ലാത്ത ഡയറ്റ് ആണ്. അതുപോലെ തന്നെ കൺസപ്ഷൻ ഓഫ് ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്വീറ്റ്സ്, ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഒബിസിറ്റിക്ക് കാരണം എന്നുള്ളതാണ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത്.
അതാണ് നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി തേർഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അരുൺ വാസ് എ ടോപ്പർ throughout his school years and managed to get admission to one of the best colleges in his cities. അരുൺ എന്ന് പറയുന്നത് സ്കൂളിൽ വളരെ ടോപ്പർ ആയിട്ടുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നീട് കോളേജിലോട്ട് അഡ്മിഷൻ കിട്ടി. അപ്പം ആഫ്റ്റർ കോളേജിൽ ചേർന്നതിന് ശേഷം കുറെ ആൽക്കഹോൾസും അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അതൊരു ഹാബിറ്റ് ആയിട്ട് ഫോം ചെയ്തു. അങ്ങനെ അതിനോട് അഡിക്റ്റഡ് ആയി. ഇപ്പം അരുണുള്ളത് അത് അരുണിനെ പല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ്ലി എഫക്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഫാമിലി റിലേഷൻഷിപ്സ്, ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനൊക്കെ അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്തു. അതുപോലെ തന്നെ അരുണിന്റെ സ്റ്റഡീസിനെ അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്തു. അപ്പം വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് സ്റ്റഡീസിനൊക്കെ അത് എഫക്ട് ചെയ്തിട്ട് വളരെ കുറഞ്ഞ മാർക്കൊക്കെയാണ് അരുണിന് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാരന്റ്സ് എന്ത് ചെയ്തു, ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ മൂന്ന് ഡിഫറെന്റ് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഈ എക്സാമ്പിൾസിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ അത് ഹെൽത്ത് ആണ്. ഹെൽത്തിനെ കുറിച്ചാണ് ഈ 3 എക്സാമ്പിളിലും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മേജർ ആസ്പെക്ട് എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്. സോ ഹെൽത്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബട്ട് മോസ്റ്റ് ഡിപ്രൈവ്ഡ് ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇപ്പം പല സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് അത് വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു ആസ്പെക്ട് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ പിസ്സ, ബർഗർ, ചിപ്സ്, കോൾഡ് ഡ്രിങ്ക്സ്, ഇങ്ങനത്തെ ഫുഡ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ച് ചെയ്തു. അത് ഹെൽത്തി ഡയറ്റിൽ നിന്നും അൺഹെൽത്തി ഡയറ്റിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഹെൽത്തിനെ വളരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതലും അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആണ്. അപ്പം അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിച്ച് ഇൻക്രീസിങ് ദ ബർഡൻ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഒരുപാട് ഡിസീസസ് അത് കാരണമായിട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ദ തിങ് ഈസ് it's important to focus on health and deal with it in a multiple levels, not only by making adequate health services available, but also by encouraging healthy lifestyle among the individuals. സോ നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അപ്പം അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇന്റർവെൻഷൻസ് വെച്ച് മാത്രമല്ല, നമുക്ക് ഒരുപാട് ചികിത്സകൾ നമുക്ക് കിട്ടും. കുറെ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് ഇന്റർവെൻഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഡിക്വേറ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസിലൂടെ മാത്രം നമുക്ക് ആ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. മറിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൂടെ എൻകറേജ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു 3 എക്സാമ്പിളിലും നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന മേജർ പോയിന്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോ ഹെൽത്തിനെ കുറിച്ചാണ് ഹെൽത്ത് ആൻഡ് ഇൽനെസസിനെ കുറിച്ചാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൽനെസ്, ഡിസീസ് ആൻഡ് സിക്നെസ്, ദെൻ കോൺസെപ്ച്വലൈസേഷൻ ഓഫ് ഹെൽത്ത് അക്കോർഡിംഗ് ടു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, വെസ്റ്റേൺ പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ഈസ്റ്റേൺ പെർസ്പെക്റ്റീവ്, ഇതൊക്കെ നമ്മൾ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So we begins with concept and definition of health. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് ആണ്. സോ വാട്ട് ഈസ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും അത് ഒറ്റ വാക്കിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് അതിന് ഡിഫറെന്റ് മീനിങ്സ് വരുന്നുണ്ട്. ആ ഡിഫറെന്റ് മീനിങ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കൾച്ചർ അനുസരിച്ചും, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, പിന്നെ അതുപോലെ തന്നെ ആളുകളുടെ ഏജ്, സോഷ്യൽ ക്ലാസ്, ഇതിനനുസരിച്ചൊക്കെ മീനിങ് മാറിക്കൊണ്ടേയിരിക്കും. സോ ഹെൽത്ത് എന്ന് പറയുന്നത് അതിന്റെ ഒരു കോൺസെപ്റ്റലൈസേഷൻ ആണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റീവിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഹെൽത്തിനെ കുറിച്ച് കുറെ അധികം സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ സ്റ്റഡി വാസ് കണ്ടക്ടഡ് ബൈ ബോമാൻ ഇൻ 1961. അപ്പം ബോമാൻ 1961 ഈ ഹെൽത്തിനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ടുണ്ട് ലേ പേഴ്സണിൽ, അഥവാ ട്രെയിൻഡ് അല്ലാത്ത അല്ലെങ്കിൽ എക്സ്പേർട്ട് അല്ലാത്ത ആളുകളിൽ ഈ ഒരു ഹെൽത്തിനെ കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ
അദ്ദേഹത്തിന് കിട്ടിയ ഒരു ആൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് 3 മേജർ റെസ്പോൺസസ് ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽത്ത് മീൻസ് എ ജനറൽ സെൻസ് ഓഫ് വെൽബീങ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ സെൻസ് ഓഫ് വെൽബീങ് ആണ്. വെൽബീങ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് അതുപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ആസ്പെക്റ്റിനെയാണ് നമ്മൾ വെൽബീങ് എന്ന് പറയുന്നത്. സോ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പോൾ ആ ഹെൽത്തിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ ജനറൽ സെൻസ് ഓഫ് വെൽബീങ്. അപ്പം അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ നിന്നും കിട്ടിയ ഒരു റെസ്പോണ്ട് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റെസ്പോണ്ട് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് ഐഡന്റിഫൈഡ് വിത്ത് ദ ആബ്സെൻസ് ഓഫ് സിംറ്റംസ് ഓഫ് ഡിസീസ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് രോഗങ്ങളില്ലാത്ത ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥ, അതാണ് മറ്റൊരു റെസ്പോണ്ട് എന്ന് പറയുന്നത്, ദ ആബ്സെൻസ് ഓഫ് സിംറ്റംസ് ഓഫ് ഡിസീസ്. ഇനി മൂന്നാമത്തെ റെസ്പോണ്ട് എന്ന് പറയുന്നത് ഹെൽത്ത് ക്യാൻ ബി സീൻ ഇൻ ദ തിങ്സ് ദാറ്റ് എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി ഫിറ്റ് ഈസ് ഏബിൾ ടു ഡു. ഒരു ഇൻഡിവിജ്വൽ ഫിസിക്കലി ഫിറ്റ് ആണ്, ഫിസിക്കലി അസുഖങ്ങളൊന്നും ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒരു ഇൻഡിവിജ്വലിന് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹെൽത്തി പേഴ്സൺ അല്ലെങ്കിൽ ഹെൽത്തി എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ 3 റെസ്പോൺസ് ആണ് ഈ ഒരു ബോമൻ 1961 നടത്തിയ ആ ഒരു ഹെൽത്തിനെ കുറിച്ച് നടത്തിയ അല്ലെങ്കിൽ ലേ പേഴ്സണോട് ഹെൽത്തിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ആ ഒരു സ്റ്റഡിയിൽ നടത്തിയ അദ്ദേഹത്തിന് കിട്ടിയ കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 റെസ്പോൺസസ് ആണ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ജനറൽ സെൻസ് ഓഫ് വെൽബീങ്, the absence of symptoms of disease, the things that a person who is physically fit is able to do. ഇങ്ങനെ 3 റെസ്പോൺസ് ആണ് ഹെൽത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി അപ്പം ഇതിൽ നമുക്ക് പറയുന്നത് അക്കോർഡിംഗ് ടു ലേ പേഴ്സൺ ഹെൽത്ത് ഹാസ് 3 കോമ്പണൻസ്. ഹെൽത്തിന് 3 കോമ്പണൻസ് ഉണ്ട് അല്ലെങ്കിൽ 3 ആസ്പെക്ട്സിലൂടെയാണ് നമ്മൾ ഒരു പേഴ്സൺ ഹെൽത്തി ആണ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫീലിംഗ്, ദെൻ സിംറ്റം, ഓറിയന്റേഷൻ ആൻഡ് പെർഫോമൻസ്. അപ്പം അദ്ദേഹത്തിന്റെ സ്റ്റഡിയിലൂടെ അദ്ദേഹം പ്രൂവൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് അത് 3 കോമ്പണൻസ് കൂടി ചേർന്നതാണ്. ഒന്ന് ഫീലിംഗ്, സിംറ്റം, ഓറിയന്റേഷൻ ആൻഡ് പെർഫോമൻസ്. അപ്പം അതാണ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ വെൽബീങ്, അതായത് ഒരു പേഴ്സൺ ജനറൽ സെൻസ് ഓഫ് വെൽബീങ് അഥവാ വെൽബീങ് ആണോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് സിംറ്റം ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് അവിടെ ആബ്സെന്റ് ആണോ എന്നുള്ളത്. ദെൻ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ആണോ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്, ആക്റ്റീവ് ആണോ എന്നുള്ളത്. അപ്പം ഇങ്ങനെ 3 കൺക്ലൂഷൻ അല്ലെങ്കിൽ 3 റെസ്പോൺസസ് ആണ് അല്ലെങ്കിൽ 3 കോമ്പണൻസിലൂടെയാണ് അദ്ദേഹം ഈ ഒരു സ്റ്റഡി പ്രൂവൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റഡി നടത്തിയിട്ടുള്ളത് ബെന്യാമിൻ ലെവൻതൽ ആണ് 2003. അദ്ദേഹം അവര് 500 എൽഡർലി പാർട്ടിസിപ്പൻസിലാണ് ഈ ഒരു സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അപ്പം അവർക്ക് കിട്ടിയ ഒരു ആസ്പെക്ട് എന്താന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് ആൻ എബിലിറ്റി ടു പെർഫോം ഫിസിക്കൽ ഫങ്ഷൻസ് ആൻഡ് വൈറ്റാലിറ്റി. ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ ഫങ്ഷൻസ് ചെയ്യാനും അതുപോലെ തന്നെ വൈറ്റാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് എനർജറ്റിക് ആവാനും ആക്റ്റീവ് ആവാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആസ്പെക്റ്റിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്റ്റഡിയിലൂടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. മറ്റൊരു സ്റ്റഡി നടത്തിയിട്ടുള്ളത് ക്രോസ് ആൻഡ് ജെ ആണ് 1994. അവര് they conducted a study to understand the frame of reference for judging one's health. They found that for older participants the frame of reference was the absence of disease or the presence of disease, and in younger participants the health promoting behavior was the frame of reference. മൂന്നാമത്തെ സ്റ്റഡി നടത്തിയിട്ടുള്ളത് ക്രോസ് ആൻഡ് ജെ ആണ്. അവര് 2 കാറ്റഗറിയിലാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്, ഓൾഡർ പാർട്ടിസിപ്പൻസ് ആൻഡ് യങ്ങർ പാർട്ടിസിപ്പൻസ്. അപ്പം 2 പാർട്ടിസിപ്പൻസിലും ഡിഫറൻസസ് എന്താന്ന് വെച്ചാൽ അതിൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഡിഫറൻസസ് വരുന്നുണ്ട്. അതായത് ഇപ്പം ഓൾഡർ പാർട്ടിസിപ്പൻസിലാണെങ്കിൽ ഈ ഓൾഡർ പീപ്പിൾ ഹെൽത്തി ആവണം എന്നുള്ളതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. യങ്ങർ പാർട്ടിസിപ്പൻസിലും അവരുടെ കാഴ്ചപ്പാടിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പം അതിന്റെ ബേസിസിലാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഓൾഡർ പാർട്ടിസിപ്പൻസ് ഹെൽത്തി ആവണം അല്ലെങ്കിൽ ഹെൽത്തി പേഴ്സൺസ് ആവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസസ് എന്ന് പറയുന്നത് വാസ് ദ ആബ്സെൻസ് ഓഫ് ഇൽനെസ്. അതായത് അവർക്ക് അസുഖങ്ങളില്ല എന്നുള്ളതാണെങ്കിൽ അവർ ഹെൽത്തി ആണ് എന്നുള്ളതാണ് അവിടെ കിട്ടിയ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ യങ്ങർ പാർട്ടിസിപ്പൻസിൽ അവർ സ്റ്റഡി നടത്തിയപ്പം അവർക്ക് കിട്ടിയ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് പ്രൊമോട്ടിംഗ് ബിഹേവിയർ ആണ്. അതായത് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തെല്ലാം ബിഹേവിയർ അവർക്കുണ്ട് അതിന്റെ ബേസിസിലായിരിക്കും ആ പേഴ്സൺ ഹെൽത്തി ആവുന്നത്. അപ്പം ഈ രീതിയിലുള്ള 2 ഫ്രെയിം ഓഫ് റെഫറൻസസിന്റെ ബേസിസിലാണ് അവർക്ക് കിട്ടിയ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so these studies suggest that the meaning of health is very subjective and changes with the social factors, and factors like age groups can also play a role. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ
കോൺസെപ്ച്വലൈസേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് അതിന് ഡിഫറെന്റ് മീനിങ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഒരാളുടെ ഏജ്, പിന്നെ അതുപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇതിന്റെ ബേസിസിലൊക്കെ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് നമ്മൾ ഈ ഒരു 3 സ്റ്റഡിയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് സ്റ്റഡിയിൽ ബോമാൻ ആണ്. അപ്പം അദ്ദേഹത്തിന് കിട്ടിയ ആൻസേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസസ് എന്താണെന്ന് വെച്ചാൽ 3 ഫാക്ടേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഒന്ന് ഫീലിംഗ്, ദെൻ സിംറ്റം ഓറിയന്റേഷൻ, പെർഫോമൻസ്. ഇങ്ങനെയാണ് അവർ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റഡി നടത്തിയിട്ടുള്ളതിലൂടെ അവർക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് ആൻ എബിലിറ്റി ടു പെർഫോം ഫിസിക്കൽ ഫങ്ഷൻസ് ആൻഡ് വൈറ്റാലിറ്റി. അതായത് ഫിസിക്കലായിട്ട് നമുക്ക് ഫിസിക്കൽ ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആണ്, അതുപോലെ തന്നെ ഒരു പേഴ്സൺ എനർജറ്റിക് ആണ്, ആക്റ്റീവ് ആണ് എന്നുള്ളതാണെങ്കിൽ ആ പേഴ്സണെ നമുക്ക് ഹെൽത്തി എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതാണ് ഹെൽത്ത് എന്നുള്ളതാണ് അവരുടെ ഒരു ആസ്പെക്റ്റിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റഡിയിലൂടെ കിട്ടിയ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് ഇപ്പം ഓൾഡർ പാർട്ടിസിപ്പൻസിലും യങ്ങർ പാർട്ടിസിപ്പൻസിലാണ് അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം 2 പാർട്ടിസിപ്പൻസിലും ഫ്രെയിം ഓഫ് റെഫറൻസസിൽ വ്യത്യാസമുണ്ട്, അഥവാ ക്രൈറ്റീരിയാസിൽ വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം ഒരു വയസ്സായ ആൾ അല്ലെങ്കിൽ ഒരു ഓൾഡർ പാർട്ടിസിപ്പന്റ് ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആബ്സെൻസ് ഓഫ് ഇൽനെസസ് ആണ് അവിടെ ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഇനി യങ്ങർ പാർട്ടിസിപ്പന്റ് ഹെൽത്തി ആവണം അല്ലെങ്കിൽ ഹെൽത്തി ആണ് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ക്രൈറ്റീരിയ ആയിട്ട് അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസസ് ആയിട്ട് വരുന്നത് അവരുടെ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പം ഈ സ്റ്റഡീസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവ് ആണ്, അഥവാ ഓരോ പേഴ്സൺ അനുസരിച്ചിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സിനനുസരിച്ചും അതുപോലെ തന്നെ പേഴ്സണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഏജിനനുസരിച്ചും ഒക്കെ ഈ ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ആസ്പെക്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കോൺസെപ്ച്വലൈസേഷൻ ഓഫ് ഹെൽത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇനി ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു ടേം അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ദ സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് ബീയിങ് ഹോൾ ഓർ സൗണ്ട്. ഓക്കെ, അപ്പം HOELTH എന്ന് പറയുന്ന ഈ ഒരു ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ് ഹെൽത്ത് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് ഹെൽത്ത് ആണ്. അതില് ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ആസ് ഹാർമോണിയസ് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗൻസ്. ഹെൽത്ത് എന്ന് പറയുന്നത് അത് 5th സെഞ്ചുറി BC ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഹെൽത്ത് ഈസ് എ ഹാർമോണിയസ് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗൻസ്. അതായത് നമ്മുടെ ഓർഗൻസ് വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആ ഒരു ആസ്പെക്റ്റിനെ നമുക്ക് ഹെൽത്ത് എന്ന് വിളിക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് ഡെഫിനിഷനിൽ, അഥവാ 5th സെഞ്ചുറിയിൽ പിന്റർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷനിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ഹാർമോണിയസ് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗൻസ്. നമ്മുടെ ഓർഗൻസ് എല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആസ്പെക്റ്റിനെ ഹെൽത്ത് എന്ന് വിളിക്കാം. അപ്പം അതാണ് ഒന്നാമത്തെ ഡെഫിനിഷൻ. ഇനി മറ്റൊരു ഡെഫിനിഷൻ, അപ്പം ഈ ഒരു ഡെഫിനിഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആണ്. അതായത് നമ്മൾ ഫിസിക്കലായിട്ട് ഫിറ്റ് ആണ്, നമ്മുടെ ഫിസിക്കൽ ഫങ്ഷൻ എല്ലാം പ്രോപ്പർ ആണ്, ഫിസിക്കൽ ഓർഗൻ എല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് വെല്ലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പെയിനും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ള ആ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിനെയാണ് ഈ ഒരു ഡെഫിനിഷൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഹാർമോണിയസ് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗൻസ്. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ ഹിപ്പോക്രേറ്റ്സ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹെൽത്ത് ഈസ് ഇൻ റിലേഷൻ ടു ലൈഫ് സ്റ്റൈൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, എയർ ക്വാളിറ്റി, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, ക്വാളിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫുഡ് ആസ് വെൽ. അപ്പം ഹിപ്പോക്രേറ്റ്സ് ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ദ ഹെൽത്ത് ഇൻ റിലേഷൻ ടു ലൈഫ് സ്റ്റൈൽ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൽ ലൈഫ് സ്റ്റൈൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ അത് ഒരു ഇൻഡിവിജ്വലിന്റെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെയും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിന്റെയും ബേസിസിലാണ് അവർ ഹെൽത്തി ആണോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനിൽ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റ്, അതുപോലെ തന്നെ എയർ ക്വാളിറ്റി, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, പിന്നെ ക്വാളിറ്റി ഓഫ് വാട്ടർ, ഫുഡ്, ഇതൊക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതിന്റെ ബേസിസിലായിരിക്കും ഹെൽത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഹിപ്പോക്രേറ്റ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷനിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഹിപ്പോക്രേറ്റ്സ് ആണ് പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അദ്ദേഹം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഡയറ്റ് ആസ് വെൽ ആസ് എക്സസൈസ്. പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഡയറ്റും എക്സസൈസും ഇൻക്ലൂഡഡ് ആണ്. അപ്പം അദ്ദേഹം
ഹെൽത്തിനെ ഡിസ്ക്രൈബ് ചെയ്ത രീതി എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു ലൈഫ് സ്റ്റൈൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ 2 ഡെഫിനിഷൻസ് വരുന്നത്. ഇനി മറ്റൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോഡേൺ ഡെഫിനിഷൻ ആണ്, വിച്ച് ഡിഫൈൻ ഹെൽത്ത് ആസ് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ആൻ ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ഫോർ റിയലൈസേഷൻ ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സെൽഫ്. സോ അക്കോർഡിംഗ് ടു മോഡേൺ ഡെഫിനിഷൻ പ്രകാരം ഹെൽത്ത് എന്ന് പറയുന്നത് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ്, അതായത് നമുക്ക് അസുഖങ്ങളില്ല അല്ലെങ്കിൽ ഡിസീസസ് ഇല്ല എന്നതുകൊണ്ട് മാത്രം ഒരു പേഴ്സൺ ഹെൽത്തി ആവണം എന്നില്ല, but an increased capacity for realization and fulfillment of self. നമ്മുടെ സെൽഫിന്റെ ഫുൾഫിൽമെന്റ് ആൻഡ് റിയലൈസേഷൻ ആണ് ഒരു പേഴ്സൺ ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മോഡേൺ ഡെഫിനിഷൻ പ്രകാരം അവർ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ explained as a state in which the individual is able to adequately function at physical, mental, social as well as spiritual level and is able to express his or her potential in the context of the environment within which he or she exists. ഇപ്പൊ മോഡേൺ ഡെഫിനിഷൻ പ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് നോട്ട് മിയർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി ഡിസീസ്. നമുക്ക് രോഗങ്ങളില്ല എന്നുള്ള ആ ഒരു കണ്ടീഷൻ കൊണ്ട് മാത്രം നമ്മൾ ഹെൽത്തി ആവണം എന്നില്ല, മറിച്ച് അതൊരു സെൽഫ് ഫുൾഫിൽമെന്റ് ആൻഡ് റിയലൈസേഷൻ ആണ്. സെൽഫ് ഫുൾഫിൽമെന്റ് ആൻഡ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഇപ്പം ഫിസിക്കൽ ആയിട്ടും മെന്റൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും സ്പിരിച്വൽ ആയിട്ടും ഒരു പേഴ്സൺ ഹെൽത്തി ആണോ എങ്കിൽ മാത്രമേ നമ്മൾ ആ പേഴ്സൺ കംപ്ലീറ്റ്ലി ഹെൽത്തി ആണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെ ഇത് സെൽഫ് ഫുൾഫിൽമെന്റ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരാളുടെ കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ സോഷ്യൽ ആസ് വെൽ ആസ് സ്പിരിച്വൽ ഫങ്ഷൻസ് അഡിക്വേറ്റ് ആണോ, അതുപോലെ തന്നെ അവരുടെ എല്ലാ പൊട്ടൻഷ്യലും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അവർ നിൽക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ അവരുടെ എല്ലാ പൊട്ടൻഷ്യലും അവർക്ക് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും സ്പിരിച്വലായിട്ടും അവർക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അപ്പം ഈ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റിനെയാണ് മോഡേൺ ഡെഫിനിഷൻ പ്രകാരം ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അക്കോർഡിംഗ് ടു മോഡേൺ ഡെഫിനിഷൻ ഹെൽത്ത് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് എനി ഡിസീസ് ബട്ട് ആൻ ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ഫോർ റിയലൈസേഷൻ ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സെൽഫ്. റിയലൈസേഷൻ ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സെൽഫ് എന്ന് പറയുമ്പോൾ അഡിക്വേറ്റ് ഫങ്ഷൻ അറ്റ് ഫിസിക്കൽ മെന്റൽ സോഷ്യൽ ആസ് വെൽ ആസ് സ്പിരിച്വൽ ലെവൽ ആൻഡ് ഏബിൾ ടു എക്സ്പ്രസ് ഹിസ് പൊട്ടൻഷ്യൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയോൺമെന്റ് വിത്തിൻ ഹി ഓർ ഷീ എക്സിസ്റ്റ്. ഓക്കെ, അപ്പൊ അതാണ് മൂന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്, അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. WHO ഡിഫൈൻ ചെയ്തിരിക്കുന്ന 1946 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. സോ ഈ ഡെഫിനിഷനിൽ പറയുന്നത് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. അപ്പം WHO ഡെഫിനിഷൻ പ്രകാരം ഹെൽത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. അതായത് ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും ആ പേഴ്സൺ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് വെൽബീയിങ് ഉണ്ട്. അതുപോലെ തന്നെ നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്, അതായത് ഡിസീസസ് ഇല്ല എന്നതുകൊണ്ട് മാത്രം ഒരു പേഴ്സൺ ഹെൽത്തി ആവുന്നില്ല, മറിച്ച് ആ പേഴ്സൺ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും ഹെൽത്തി ആണോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടുള്ള വെൽബീയിങ് ആ പേഴ്സൺ ഉണ്ടോ എങ്കിൽ മാത്രമേ അത് ഹെൽത്തി ആവുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു WHO ഡെഫിനിഷൻ പ്രകാരം അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു ഡെഫിനിഷൻ 1998 ഈ ഒരു ഡെഫിനിഷൻ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഹെൽത്ത് ഈസ് എ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. ഹെൽത്ത് എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻ നേച്ചർ ആണ്. അപ്പം ഇങ്ങനെയാണ് WHO ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് നോട്ട് ഇക്വലന്റ് ടു ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ സിംറ്റംസ്. ഹെൽത്തി എന്ന് വെച്ചാൽ അസുഖങ്ങളില്ല അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നതല്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പോയിന്റ്. WHO ഡിഫൈൻ ചെയ്തിട്ടുള്ള പോയിന്റിൽ ഡെഫിനിഷനിൽ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് നോട്ട് ഇക്വലന്റ് ടു ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഓക്കെ, രോഗങ്ങളില്ല അല്ലെങ്കിൽ രോഗങ്ങളില്ലാത്ത അവസ്ഥയല്ല ഹെൽത്ത് എന്നാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഹെൽത്ത് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ഹെൽത്ത് ഈസ് ഡൈനാമിക് അഥവാ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നല്ല. ഇപ്പം ഇന്ന് നമ്മൾ ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ നമുക്ക് അസുഖങ്ങൾ വരാം. അപ്പം അത് ഡൈനാമിക് ഇൻ നേച്ചർ ആണ്, അത് നോട്ട് സ്റ്റേബിൾ, വിച്ച് ഈസ് നോട്ട് സ്റ്റേബിൾ, അത് കണ്ടിന്യൂലി ചേഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്.
അതാണ് അവര് പറയുന്ന മറ്റൊരു പോയിന്റ്. ഹെൽത്ത് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. ഇനി മൂന്നാമത്തത് പറയുകയാണെങ്കിൽ നോട്ട് ജസ്റ്റ് യുവർ ഫിസിക്കൽ വെൽബീയിങ് ബട്ട് യുവർ മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആർ ഇക്വലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മുടെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണ്, നമ്മളെ ഫിസിക്കൽ ഓർഗൻസ് എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നത് കൊണ്ട് മാത്രം ആ പേഴ്സൺ ഹെൽത്തി ആവുന്നില്ല. മറിച്ച് ഹെൽത്ത് എന്ന് പറയുമ്പം അവിടെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെന്റൽ ആയിട്ടുള്ള ഹെൽത്തും. ആ പേഴ്സൺ മെന്റലി ഹെൽത്തി ആണെങ്കിൽ കൂടിയേ അത് നമുക്ക് ഹെൽത്ത്, കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ, ഇങ്ങനെ എല്ലാ ഏരിയാസിലും വെൽബീയിങ് ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ഹെൽത്ത് ആവുന്നുള്ളൂ. ഇതാണ് അവര് ഡിസ്ക്രൈബ് ചെയ്യുന്ന മൂന്നാമത്തെ പോയിന്റ്. പിന്നെ വരുന്നത് ഹെൽത്ത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 4 ഡയമെൻഷൻസ്: ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ, സ്പിരിച്വൽ. ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് 4 ഡയമെൻഷൻസ് കൂടി ചേർന്ന ഒന്നാണ്. അതിൽ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ. ഓക്കെ, അപ്പം ഇതാണ് WHO ഡെഫിനിഷൻ എന്ന് പറയുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1946 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മെയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. പിന്നീട് ഈ ഒരു ഡെഫിനിഷൻ അവർ മോഡിഫൈ ചെയ്തു. അവർ പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് dynamic state of complete physical, mental, spiritual and social well-being and not merely the absence of disease or infirmity. പിന്നെ അവര് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു 4 പോയിന്റ്സ്. ഓക്കെ, സോ ദ ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത് ഗിവൺ ബൈ WHO, ദ ടേം വെൽബീയിങ് ഹാസ് ബീൻ യൂസ്ഡ്. അപ്പം നമ്മൾ ഈ ഒരു WHO ഡെഫിനിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടേം ആണ്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് വെൽബീയിങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വെൽബീയിങ്? വെൽബീയിങ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വെൽനെസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ, സോഷ്യൽ ഹെൽത്ത് ഫാക്ടേഴ്സ്. വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു പേഴ്സൺ അവരുടെ ലൈഫിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അതുപോലെ തന്നെ എത്രത്തോളം ഹാപ്പി ആണ്, പിന്നെ അവരുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ്, വെൽനെസ്സസ്, അപ്പം ഇതൊക്കെ കൂടിച്ചേർന്ന ആ ഒരു ആസ്പെക്റ്റിനെയാണ് നമ്മൾ വെൽബീയിങ് എന്ന് പറയുന്നത്. അപ്പം വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സബ്ജക്റ്റീവ് വെൽബീയിങ്. സബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് നമുക്ക് വെൽബീയിങ്ങിനെ വിളിക്കാനായിട്ട് സാധിക്കും. അതായത് വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്ലോസർ ടു ദ കോൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹെൽത്ത്, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്. ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, അതുപോലെ തന്നെ എത്രത്തോളം ഹാപ്പി ആണ്, അവർക്ക് എത്രത്തോളം മെന്റൽ വെൽബീയിങ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് വെൽബീയിങ് എന്ന് പറയുന്നത്. ഓക്കെ, so well-being is a subjective feeling which involves evaluation of those affective and cognitive aspects of life which are getting affected by disease and illnesses directly or indirectly. So well-being എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഹാപ്പിനെസ്, അതുപോലെ തന്നെ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ, മെന്റൽ ഹെൽത്ത്, ഇതൊക്കെയാണ് വെൽബീയിങ്ങിൽ വരുന്നത്. ഇപ്പം ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ, ആ ഇൻഡിവിജ്വലിന് വെൽബീയിങ് ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെൽബീയിങ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കൂടി വരുന്നുണ്ട്? ഇറ്റ് ഗെറ്റിംഗ് എഫക്റ്റഡ് ബൈ ഡിസീസ് ആൻഡ് ഇൽനെസസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഈ ഒരു വെൽബീയിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ഒന്നാണ് ഡിസീസ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ ഒരു വെൽബീയിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. So well-being എന്ന് പറയുമ്പോൾ it involves evaluation of happiness, sense of contentment, sense of belongingness, achievement and being without any distress and discomfort. So in total well-being, ഒരു individual well-being എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഇവാലുവേഷൻ ഓഫ് ഹാപ്പിനെസ്. ആ ഇൻഡിവിജ്വൽ അവര് ലൈഫിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർ എത്രത്തോളം ഹാപ്പിയാണ്, അതുപോലെ തന്നെ സെൻസ് ഓഫ് കണ്ടന്റ്മെന്റ് എന്ന് പറയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ, ലൈഫിൽ എത്രത്തോളം സെൻസ് ഓഫ് ബിലോങ്നെസ്, അച്ചീവ്മെന്റ്, അതുപോലെ തന്നെ ബീങ് വിത്തൗട്ട് എനി ഡിസ്ട്രെസ്, യാതൊരു ഡിസ്ട്രെസ്സും കൂടാതെ അവർക്ക് ഈ ഒരു ഹാപ്പിനെസ് ഉണ്ട്, അതുപോലെ തന്നെ യാതൊരു ഡിസ്കംഫർട്ടും ഇല്ലാണ്ട് അവർക്ക് ഈ രീതിയിലുള്ള ഹാപ്പിനെസ് ഉണ്ട്, അതുപോലെ തന്നെ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ബിലോങ്നെസ് ഉണ്ട്, അച്ചീവ്മെന്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയെല്ലാം ഉണ്ട് എന്നുള്ള ആ ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ വെൽബീയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷനിൽ അവർ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് വെൽബീയിങ്. വെൽബീയിങ് നമുക്ക് സബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ ഇൻഡിവിജ്വലും നമ്മുടെ ലൈഫിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ ഒരു ഇവാലുവേഷനിൽ നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം മെന്റൽ വെൽബീയിങ് ഉണ്ട്. അപ്പം ഈ 3 ഫാക്ടേഴ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടേം ആണ് വെൽബീയിങ് എന്ന് പറയുന്നത്.
അപ്പം ഈ വെൽബീങ്ങിനെ നമുക്ക് ഡിസീസസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം വെൽബീങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവാലുവേഷൻ ആണ്, നമ്മുടെ ഹാപ്പിനെസ്, അതുപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെന്റ്, പിന്നെ നമ്മുടെ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ബിലോങ്നെസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആൻഡ് ആബ്സെൻസ് ഓഫ് ഡിസ്ട്രസ് ആൻഡ് ഡിസ്കംഫർട്ട്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കണ്ടീഷനെയാണ് നമ്മൾ വെൽബീങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഡിഫറെന്റ് ഡെഫിനിഷൻസ് ഓഫ് ഹെൽത്ത് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വെൽബീങ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ചും വാട്ട് ഈസ് വെൽബീങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് പറയാനായിട്ട് പോകുന്നത് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റ് ഇമ്പോർട്ടൻറ്റ് ടേംസിനെ കുറിച്ചാണ്. അത് വരുന്നതാണ് ഇൽനെസ്, ഡിസീസ്, സിക്നെസ്. ഈ 3 ടേംസും ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഹെൽത്തുമായിട്ട് കണക്ഷൻസ് ഉള്ള 3 ടേംസ് ആണ്. ദീസ് 3 ടേംസ് ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദ ഇൽ ഹെൽത്ത് ഓഫ് ദ പേഴ്സൺ. അപ്പം ഈ 3 ടേംസും ഇൽനെസ്, ഡിസീസ്, സിക്നെസ്, ഈ 3 ടേംസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പേഴ്സന്റെ ഇൽ ഹെൽത്തിനെ അല്ലെങ്കിൽ ഒരു ഇൽനെസസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇൽ ഹെൽത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ടേംസും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 3 ടേംസിനെ കുറിച്ചാണ്: ഡിസീസ്, ഇൽനെസസ് ആൻഡ് സിക്നെസ്. സോ ഫസ്റ്റ് വൺ ഈസ് ഡിസീസ്. അപ്പം ഡിസീസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഡിസീസ്, ഇൽനെസസ്, സിക്നെസ്, ഇത് നമുക്ക് 3ഉം സിമിലർ ആയിട്ട് തോന്നും. പക്ഷെ 3ഉം ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസീസ് എന്ന് പറയുന്നത്. ഡിസീസ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ ഡോക്ടേഴ്സ് ഓർ ഫിസിഷ്യൻസ് ടു ഡിസ്ക്രൈബ് ദ പത്തോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹിസ് ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ഹിസ് ഓർ ഹെർ പേഷ്യൻസ്. സോ ഡിസീസ് എന്ന് പറയുന്ന ടേം അത് യൂസ് ചെയ്യുന്നത് ഫിസിഷ്യൻസോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ആണ്. അവരുടെ പേഷ്യൻസിന്റെ പത്തോളജിക്കൽ ഓർ ബയോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടേം യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഡോക്ടേഴ്സിന്റെ അടുത്ത് ഒരു പേഷ്യന്റ് ചെല്ലുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ആ ഒരു രോഗാവസ്ഥയുടെ സിംറ്റംസ്, അതായത് അവർക്കുണ്ടാവുന്ന അതിന്റെ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ കോസസ് അല്ലെങ്കിൽ അതിന്റെ ആട്രിബ്യൂഷൻ എന്താണ്, അതിന്റെ കോസ് എന്താണ് എന്നുള്ളത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഓർ ഫിസിഷ്യൻസ് യൂസ് ചെയ്യുന്ന ടേം ആണ് എന്ത്, ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം ആണ് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ടേം ആണ് ഇൽനെസ്. സോ വാട്ട് ഈസ് ഇൽനെസ്? ഇൽനെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ജനറൽ ടേം ദാറ്റ് പീപ്പിൾ യൂസ് ടു ഡിസ്ക്രൈബ് ദെയർ പെർസീവ്ഡ് ഹെൽത്ത് കണ്ടീഷൻസ് and that may or may not have been yet diagnosed by a doctor. So illness എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമ്മൾ ആളുകളുടെ ഇടയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ടേം ആണ്. അതായത് അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ, അവരെങ്ങനെ ഹെൽത്ത് കണ്ടീഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഇൽനെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദ പേഴ്സൺസ് ഇൽ ഹെൽത്ത്. സോ ഈ ഒരു ടേം എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്. അതായത് ഇപ്പം എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, എനിക്ക് എന്ത് അസുഖമാണ് ഫീൽ ചെയ്യുന്നത്, അതിനെ ഞാൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ടേം ആണ് ഇൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടേം ആണ് സിക്നെസ്. സിക്നെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സൊസൈറ്റൽ റോൾ ആൻഡ് പെർസെപ്ഷൻ റിലേറ്റഡ് ടു ഇൽനെസ് സച്ച് ആസ് ടേക്കിംഗ് റെസ്റ്റ്, ഡേയ്സ് ഓഫ് ഫ്രം വർക്ക് എക്സെട്ര. സോ സിക്നെസ് എന്ന് പറയുമ്പോൾ അതൊരു സൊസൈറ്റൽ റോൾ അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ ആണ്. ഇൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സൊസൈറ്റൽ റോൾ ആണ്. അതായത് ഇപ്പം യൂഷ്വലി ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു സിക്ക് ലീവ് എടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ജോലിയിൽ നിന്നും വിട്ടുമാറി നിൽക്കുക, അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുക. അപ്പം ആ ഒരു സൊസൈറ്റൽ റോൾ അല്ലെങ്കിൽ പെർസെപ്ഷൻ ആണ് സിക്നെസ് എന്ന് പറയുന്നത്. ഇൽനെസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സൊസൈറ്റൽ റോൾ ആണ് എന്ത്, സിക്നെസ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 ടേംസും ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആണ് ഡിസീസ്, ഇൽനെസ്, സിക്നെസ്. അതിൽ ഡിസീസ് എന്ന് പറയുന്നത് ഫിസിഷ്യൻസ് ഓർ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് കോസ് ഓർ സിംറ്റംസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൽനെസ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ട് ആളുകളുടെ ഇടയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്, അവരുടെ ഒരു സബ്ജക്റ്റീവ് ഫീലിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സിക്നെസ് എന്ന് പറയുമ്പം അത് ഇൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സൊസൈറ്റൽ റോൾ പെർസെപ്ഷൻ ആണ്. അത് യൂഷ്വലി ഇപ്പം നമ്മൾ ടേക്കിംഗ് റെസ്റ്റ് അല്ലെങ്കിൽ ഡേയ്സ് ഓഫ് ഫ്രം വർക്ക്, അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മൾ സിക്നെസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കോൺസെപ്ച്വലൈസേഷൻ ഓഫ് ഹെൽത്ത് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡെഫിനീഷൻസ് ആണ്. അപ്പം അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ കുറെ അധികം സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് സ്റ്റഡിയിൽ ബോമാൻ 1961 ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്റ്റഡിയിൽ അവർക്ക് കിട്ടിയ 3 റെസ്പോൺസ് പ്രകാരം ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് 3 കോമ്പണൻസ്: ഫീലിംഗ്, സിംപ്റ്റം ആൻഡ് ഓറിയന്റേഷൻ ആൻഡ് പെർഫോമൻസ്. പിന്നെ രണ്ടാമത്തെ സ്റ്റഡി
നടത്തിയപ്പം അവർക്ക് കിട്ടിയ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഈസ് ആൻ എബിലിറ്റി ടു പെർഫോം ഫിസിക്കൽ ഫങ്ഷൻസ് ആൻഡ് വൈറ്റാലിറ്റി. നമുക്ക് ഫിസിക്കൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആണ്, അതുപോലെ തന്നെ എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് ആണ്. അപ്പം ആ കണ്ടീഷനെ നമുക്ക് ഹെൽത്ത് എന്ന് വിളിക്കാം. അതാണ് അവരുടെ സ്റ്റഡിയിൽ നിന്നും കിട്ടിയ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ സ്റ്റഡിയിൽ നിന്നും കിട്ടിയ കൺക്ലൂഷൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഏജ് അനുസരിച്ച് അത് അല്ലെങ്കിൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. എസ്പെഷ്യലി ഇപ്പം ഓൾഡർ പാർട്ടിസിപ്പൻസിലാണെങ്കിൽ അവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫോർ ബീങ് ഹെൽത്ത് ഈസ് ആബ്സെൻസ് ഓഫ് ഇൽനെസ്. പിന്നെ അക്കോർഡിംഗ് ടു യങ്ങർ പാർട്ടിസിപ്പൻസ് അവരുടെ ഒരു ക്രൈറ്റീരിയ ഫോർ ബീങ് ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് പ്രൊമോട്ടിംഗ് ബിഹേവിയർ ആണ്. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് അത് ഓരോ സോഷ്യൽ ഫാക്ടേഴ്സ് അനുസരിച്ചും ഓരോ ഇൻഡിവിജ്വലിന്റെയും ഏജ് അനുസരിച്ചും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെൽത്തിന്റെ ഡിഫറെന്റ് ഡെഫിനേഷൻസ് ആണ്. അപ്പം അതിൽ ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് 5th സെഞ്ചുറിയിൽ പിഞ്ചർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതിൽ ഹാർമോണിയസ് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗൻസ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഗൻസ് എല്ലാം വളരെ ഹാർമോണിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണെങ്കിൽ നമുക്ക് അതിനെ ഹെൽത്ത് എന്ന് വിളിക്കാം. പിന്നെ രണ്ടാമത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, അപ്പം ആ ഒരു ഡെഫിനേഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ആസ്പെക്റ്റിനെയാണ്. അഥവാ ആ ഇൻഡിവിജ്വൽ ഫിസിക്കലി ഫിറ്റ് ആണ്, അതുപോലെ തന്നെ പെയിൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് ഹെൽത്ത് എന്ന് വിളിക്കാം എന്നുള്ളതാണ് ആ ഒരു ഡെഫിനേഷനിൽ അവർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഡെഫിനേഷൻ ഹിപ്പോക്രൈറ്റ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം മെയിൻലി ഹെൽത്ത് എന്ന് പറയുന്ന ആസ്പെക്റ്റിനെ കൂടുതലായിട്ടും അവർ റിലേറ്റ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുമായിട്ടാണ്. അതായത് ഇപ്പം ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അവരുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണോ അതിന്റെ ബേസിസിലായിരിക്കും ആ ഇൻഡിവിജ്വൽ ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇപ്പം നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, എയർ ക്വാളിറ്റി, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഒരു ഇൻഡിവിജ്വലിന്റെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതിന്റെ ബേസിസിലായിരിക്കും ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു ആസ്പെക്ട് വരുന്നത് എന്നുള്ളതാണ് ഹിപ്പോക്രൈറ്റ്സിന്റെ ഡെഫിനിഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹമാണ് പോസിറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ടേം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മോഡേൺ ഡെഫിനിഷൻ പ്രകാരം ഹെൽത്ത് എന്ന് പറയുന്നത് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ് ബട്ട് ആൻ ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ഫോർ റിയലൈസേഷൻ ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സെൽഫ്. ഹെൽത്ത് എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ്, അഥവാ രോഗാവസ്ഥയില്ല എന്നതുകൊണ്ട് മാത്രം ഒരു പേഴ്സൺ ഹെൽത്തി ആവണം എന്നില്ല, മറിച്ച് അവരുടെ സെൽഫ് ഫുൾഫിൽമെന്റ് ആൻഡ് റിയലൈസേഷൻ ആണ്. സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്. അപ്പം ഈ രീതിയിലുള്ള വെൽബീയിങ് എല്ലാം ഒരു ഇൻഡിവിജ്വലിന് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ പൊട്ടൻഷ്യൽ എല്ലാം അവർ നിൽക്കുന്ന ആ ഒരു എൻവയോൺമെന്റിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു സെൽഫ് ഫുൾഫിൽമെന്റ് ഉണ്ട് എന്നുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് ഹെൽത്ത് എന്ന് വിളിക്കാം എന്നുള്ളതാണ് ഈ ഒരു മോഡേൺ ഡെഫിനേഷനിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് WHO ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനേഷൻ ആണ്. According to them, health is a state of complete physical, mental and social well-being and not merely the absence of disease or infirmity. Health എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ, സ്പിരിച്വൽ വെൽബീയിങ് ആണ്. നോട്ട് നിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്, അഥവാ നമുക്ക് ഡിസീസസ് ഒക്കെ ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ രോഗാവസ്ഥയൊന്നും ഇല്ല എന്നുള്ള കണ്ടീഷനിൽ മാത്രമല്ല നമ്മൾ ഹെൽത്തി ആവുന്നത്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഡെഫിനിഷൻ അത് മോഡിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം WHO മോഡിഫൈ ചെയ്ത ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡൈനാമിക് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് ഡൈനാമിക് നേച്ചർ ആണ്, അഥവാ അത് ഒരിക്കലും സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒന്നല്ല, അത് കണ്ടിന്യൂലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പം ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന 4 പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഹെൽത്ത് ഈസ് നോട്ട് ഇക്വലന്റ് ടു ആബ്സെൻസ് ഓഫ് ഡിസീസ്, then health is dynamic in nature, and health is not just your physical well-being but your mental, social and spiritual well-being. Then health is a combination of 4 dimensions that are physical, mental, social and spiritual. പിന്നെ ഈ ഓക്കെ, അപ്പം ഇത്രയും ഡെഫിനിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം WHO ഈ ഡെഫിനിഷനിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് വെൽബീയിങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് വെൽബീയിങ്? വെൽബീയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെൽനെസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്, ഹാപ്പിനെസ് ആണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണ്, ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് വെൽബീയിങ് എന്ന് പറയുന്നത്. വെൽബീയിങ് എന്ന് പറയുന്ന മറ്റൊരു ടേം ആണ് സബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് പറയുന്നത്. സോ വെൽബീയിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻവോൾവ് ഇവാലുവേഷൻ ഓഫ് those cognitive and affective aspects of life which are getting affected by disease
ആൻഡ് ഇൽനെസസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. സോ നമ്മുടെ ഇവാലുവേഷൻ ആണ്, നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ ഇവാലുവേഷൻ ആണ് വെൽബീയിങ് എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ഡിസീസസ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവാലുവേഷൻ ഓഫ് ഹാപ്പിനെസ്, അതുപോലെ തന്നെ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്നെസ്, സെൻസ് ഓഫ് അച്ചീവ്മെന്റ്, ഇതെല്ലാം കൂടിച്ചേർന്ന ഒന്നാണ് വെൽബീയിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 3 ടേംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ വരുന്നതാണ് ഇൽനെസ്, ഡിസീസ് ആൻഡ് സിക്നെസ്. ഈ 3 ടേംസും ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആണ്. അതിൽ ഡിസീസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഫിസിഷ്യൻസ് ഓർ ഡോക്ടേഴ്സ് ആണ്, അപ്പം സിംറ്റംസ് ആൻഡ് കോസസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇൽനെസ് എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. അവരുടെ ഒരു സബ്ജക്റ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു രോഗാവസ്ഥയെ കുറിച്ച് അവര് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഇൽനെസ് എന്ന് പറയുന്നത്. സിക്നെസ് എന്ന് പറയുമ്പോൾ അതൊരു സൊസൈറ്റൽ റോൾ അല്ലെങ്കിൽ പെർസെപ്ഷൻ ആണ്. അതായത് ഇപ്പം ഇൽനെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സൊസൈറ്റൽ റോൾ അല്ലെങ്കിൽ അതാണ് ഒരു പെർസെപ്ഷൻ ആണ് സിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. So, being healthy is denoted not only by absence of illness, but also presence of physical, mental, and social well-being, ability of an individual to adapt well to his or her environment. So, in total ആയിട്ട് പറയുകയാണെങ്കിൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടുമുള്ള നമ്മുടെ ഒരു വെൽബീയിങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള എൻവയോൺമെന്റുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹെൽത്ത് എന്ന് വിളിക്കാം. സോ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് ഇൽനെസസ് മാത്രമല്ല, ഒരു പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് വെൽബീയിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് കംപ്ലീറ്റ് ആയിട്ടുള്ള വെൽബീയിങ് ഉണ്ട്. ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടുള്ള വെൽബീയിങ് ഉണ്ട്. അത് കൂടാതെ അവർ നിൽക്കുന്ന അവർ എക്സിസ്റ്റ് ചെയ്യുന്ന എൻവയോൺമെന്റിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ നമുക്കതിനെ ഹെൽത്ത് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. സോ ഹെൽത്ത് ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ എ മൂവ്മെന്റ് ടുവേർഡ്സ് വെൽബീയിങ് ഓർ വെൽനെസ്. അപ്പം അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഹെൽത്തിനെ നമുക്ക് വെൽനെസ് എന്നോ അല്ലെങ്കിൽ വെൽബീയിങ് എന്നോ വിളിക്കാനായിട്ട് സാധിക്കും. വെൽബീയിങ് എന്ന് പറയുമ്പം അവിടെ ഫിസിക്കൽ ആയിട്ടുള്ള വെൽബീയിങ് മാത്രമല്ല, ഇമോഷണൽ, സോഷ്യൽ, അതുപോലെ തന്നെ മെന്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇൽനെസസ്. വാട്ട് ഈസ് ഇൽനെസ്? ഇൽനെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് ഫംഗ്ഷനിങ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ, ഇമോഷണൽ, മെന്റൽ ആൻഡ് സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ്. ഇൽനെസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള എല്ലാ വെൽബീയിങ്ങിലും ഉണ്ടാകുന്ന ഒരു ഡിക്രീസ്ഡ് സ്റ്റേറ്റ് ആണ് ഇൽനെസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു വെൽബീയിങ് അഥവാ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും സ്പിരിച്വലായിട്ടുമുള്ള ആസ്പെക്ട്സിലെല്ലാം ഒരു ഡിറ്റോറിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിക്രീസ്ഡ് ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണ് അത് ഇൽനെസ് ആയിട്ട് മാറുന്നത്. അപ്പം ഇൽനെസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ പ്രസൻസ് ഓഫ് സിംറ്റംസ് ആസ് വെൽ ആസ് ബൈ ഡിമിനിഷ്ഡ് എബിലിറ്റി ടു ഫംഗ്ഷൻ എഫക്റ്റീവ്ലി ഇൻ ഡേ ടു ഡേ ലൈഫ്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള സിംറ്റംസ് പ്രസന്റ് ആണ്. അപ്പം ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൽനെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, ഹെൽത്ത് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് 3 ഡൊമൈൻസ് ആസ് പ്രപ്പോസ്ഡ് ബൈ ദലാൽ ആൻഡ് മിശ്ര. 2012 ദലാൽ ആൻഡ് മിശ്ര പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തിന്റെ ഒരു ആസ്പെക്റ്റിനെ കുറിച്ചാണ്. സോ അവർ പറയുന്നത് ഹെൽത്ത് ഈസ് കംപ്രൈസ്ഡ് ഓഫ് 3 ഡൊമൈൻസ്. 3 ഡൊമൈൻസ് കൂടി ചേർന്നതാണ് ഹെൽത്ത് എന്നുള്ളതാണ് ദലാൽ ആൻഡ് മിശ്ര പ്രപ്പോസ് ചെയ്തിട്ടുള്ളതിൽ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ആ 3 ഡൊമൈൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് റീസ്റ്റോറേഷൻ, മെയിൻ്റെനൻസ്, ഗ്രോത്ത്. ഇങ്ങനെ 3 ഡൊമൈൻസ് കൂടി ചേർന്നതാണ് ഹെൽത്ത് എന്നുള്ളതാണ് ദലാൽ ആൻഡ് മിശ്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ, റീസ്റ്റോറേഷൻ ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ ഇൻ റിക്കവറിംഗ് ഹിസ് ഹെൽത്ത് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഇൽനെസ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആയി വരുന്ന അല്ലെങ്കിൽ സുഖം പ്രാപിച്ചു വരുന്ന ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ നമുക്ക് എന്ത് വിളിക്കാം? റീസ്റ്റോറേഷൻ എന്ന് വിളിക്കാം. പിന്നെ രണ്ടാമത്തെ ഡൊമൈൻ ആണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ടിങ് ദം ഫ്രം ഡിസീസസ്. ഓൾ കൈൻഡ്സ് ഓഫ് ഹെൽത്ത് പ്രൊമോട്ടിംഗ് ബിഹേവിയർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്. അതായത് മെയിൻ്റെനൻസ് എന്ന് പറയുമ്പം ഇപ്പൊ നമ്മളൊരു രോഗത്തിൽ നിന്നും സുഖം പ്രാപിച്ചു വന്നിട്ട് പിന്നീട് നമ്മൾ ആ ഒരു ഹെൽത്തി കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പം അതിൽ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ബിഹേവിയേഴ്സ് ആണ് എസ്പെഷ്യലി വരുന്നത്. യോഗ, എക്സസൈസ്, ഈറ്റിംഗ് ഗുഡ് ഫുഡ്സ്. അപ്പം ഇതൊക്കെ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ബിഹേവിയേഴ്സ് ആണ്. അപ്പം ഈ നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽത്ത് പ്രൊമോട്ടിംഗ് ബിഹേവിയർ ആണ് ഇതിൽ വരുന്നത്. അതാണ്
മെയിൻ്റനൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡൊമൈൻ. ഇനി മൂന്നാമത്തെ ഡൊമൈൻ ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഈസ് നോട്ട് ജസ്റ്റ് ഇൻ ദ ഫിസിക്കൽ ടേംസ് ബട്ട് ഇറ്റ്സ് കൺസിഡേഴ്സ് സോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് സ്പിരിച്വാലിറ്റി ആസ് ഇറ്റ്സ് പാർട്ട് വെൽ. അതായത് ഇപ്പം ദ ഡൊമൈൻസ് ഹെൽപ്പ് പേഷ്യൻസ് ടു അച്ചീവ് ആൻഡ് ഗ്രോ ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ദെയർ ലൈഫ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്കൽ ആസ്പെക്ട്സ് മാത്രമല്ല ഉള്ളത്, മറിച്ച് നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സും സ്പിരിച്വൽ ഫാക്ടേഴ്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഈ ഒരു ഗ്രോത്ത് എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈനിലൂടെ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫിലെ എല്ലാ സ്ഫിയേഴ്സിലും ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ 3 ഡൊമൈൻസിലൂടെയാണ് അവർ ഈ ഒരു ഹെൽത്തിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ദലാൽ ആൻഡ് മിശ്ര, ഹെൽത്ത് ഈസ് കമ്പൈൻഡ് ഓഫ് 3 ഡൊമൈൻസ്, റീസ്റ്റോറേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഗ്രോത്ത്. അപ്പം ഈ 3 ഡൊമൈൻസും കൂടി ചേർന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഹെൽത്ത്. അപ്പം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ബാക്കി ടോപ്പിക്സ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഹെൽത്ത്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.